ഏത് ഇബാദത്ത് ചെയ്താലും അതിന് ശേഷം ഒരു റിയാ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കും. അതുകൊണ്ടാണ് ചിലര് ഫോണ് എടുത്തിട്ട് അല്ലാഹ് മിസ് കോൾ ഉണ്ടല്ലോ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. അബിബേ ഞാനേ നിങ്ങൾ നേരത്തെ വിളിക്കുമ്പോൾ ഖുർആൻ ഓതുകയായിരുന്നു. അത് പറയുന്നത് ഒരാവശ്യം ഉണ്ടായിട്ടില്ല, ഒരാവശ്യം. എന്തിനാ ഇപ്പൊ അത് പറഞ്ഞത്? അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? എന്തായാലും കാര്യം എന്താ? പിന്നെ വോയിസ് വായിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടല്ലേ കഴിഞ്ഞ റമദാനിൽ 8 ഖത്ബ് തീർക്കി, ഇപ്രാവശ്യം 6 ആയിട്ടുള്ളൂ. 8ഉം 6ഉം എത്രയും കണക്കൂട്ടാൻ അറിയാം. പോയി എന്ന് പറയാൻ വേണ്ടിട്ടാ. എന്തിന്? എന്തായാലും കൊണ്ട് കാര്യം റിയാ കേട്ട്. എനിക്ക് ഉസ്താദിന്റെ അന്നത്തെ പ്രസംഗം കേട്ടതിന് ശേഷം റിയാ ഇല്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെയും ഫാമിലി പോയി കേട്ടാളിയും പോയി എന്നർത്ഥം. റിയാ ഇല്ല എന്ന് തോന്നൽ ഒരു റിയാ ആണ്. ഞാനെപ്പോഴും റിയായിന്റെ ആളാണോ എന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് ഇമാം ഷഹറാനി റളിയല്ലാഹു പഠിപ്പിക്കുന്നത്. ഞാൻ റിയായിന്റെ ആളാണോ എന്ന് പേടിക്കണം. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലൊക്കെ പുകഴ്ത്തിയാൽ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് കരയും. റിസാലത്തുൽ ഖുശൈരിയിൽ കാണാം. എന്തിനാ കരയണത്? അള്ളാഹിനോട് പറയും, എന്റെ ഉള്ളറിയാത്തോണ്ട് അവരെന്നെ പുകഴ്ത്തുന്നത്. എന്റെ ഉള്ളു നിനക്ക് ശരിക്കറിയാം. അവർ പുകഴ്ത്തിയ കൊണ്ടൊന്ന് എന്നെ പിടിച്ച് ശിക്ഷിച്ചിട്ടല്ലേ. സിദ്ദീഖ് അങ്ങക്ക് അങ്ങനെ ഉള്ളും പുറവും വേറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യന് ഈ ലോകത്ത് ആരുള്ളത്? സിദ്ദീഖ് തങ്ങൾ പോലും പേടിക്കണം. നിങ്ങൾ ആലോചിച്ചു.